Meet the editors. വഖഫ് ഭേദഗതി നിയമം ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഭിന്നിപ്പിക്കാനാണോ എന്നാണ് ചോദ്യം. സ്മൃതി, ഭിന്നിപ്പിക്കാനാണെന്ന് തന്നെയാണ് അഭിപ്രായം. ഇത് ഇന്ത്യ മുന്നണി മുന്നോട്ട് വെച്ചിരിക്കുന്ന വാദങ്ങൾ അത് ശരിയാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അല്ലാഹുവിൻ്റെ പേരിൽ മതപരമോ ജീവകാരുണ്യപരമോ ആയ ആവശ്യങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ട സ്വത്ത് ആണ് വഖഫ് എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. ആ നിലയ്ക്കാണത് തുടങ്ങിയതും. വഖഫ് സ്വത്തുക്കളുടെ ക്രയവിക്രയം, മേൽനോട്ടം ഇതിൽ സർക്കാരിന് കീഴിലുള്ള ഒരു സ്വതന്ത്ര സ്ഥാപനമാണ് ബോർഡ് എന്നുള്ളതാണ്. ഇത് 54-ൽ ജവഹർലാൽ നെഹ്റു ആണല്ലോ ഈ നിയമം പാസ്സാക്കിയത്. അന്ന് എന്തിനായിരുന്നു? വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങൾ അവരുടെ ഭൂമി വഖഫിലേക്ക് ദാനം ചെയ്യുമായിരുന്നു. അങ്ങനെയാണത് വന്നത്. പിന്നെ 64-ൽ കേന്ദ്ര വഖഫ് കൗൺസിൽ കൊണ്ടുവരുന്നുണ്ട്. 95-ൽ വഖഫ് ബോർഡ് രൂപീകരിക്കുന്നുണ്ട്. അപ്പോൾ 54 നിയമമാണ് ഈ 95-ൽ ഭേദഗതി ചെയ്തത്. പിന്നെ 2013-ൽ വഖഫ് ബോർഡിന് തീരുമാനമെടുക്കാൻ അധികാരം നൽകുന്ന ഭേദഗതി, ചില ഭേദഗതികൾ കൂടി ചേർത്തു. അപ്പോൾ അവർക്ക് അധികാരങ്ങൾ കൂടുതൽ കൊടുത്തുകൊണ്ടുള്ള ഭേദഗതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഈ ഭേദഗതി കൊണ്ടുവരുന്നതെന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത് എന്നിടത്താണ് വിഷയം നിൽക്കുന്നത്. അത് സുതാര്യതയ്ക്ക് വേണ്ടിയും അതിലെ അഴിമതി തുടച്ചു നീക്കാനും എന്നുള്ള വാദങ്ങളാണ് പറയുന്നത്. മാത്രമല്ല മുസ്ലിം സ്ത്രീകൾക്ക് കൂടുതൽ അധികാരം നൽകുന്നു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 2 വനിതകൾ ഇപ്പോൾ തന്നെ പ്രതിനിധികളാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യം അറിയില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ അത് ആവശ്യപ്പെട്ടാൽ മതിയല്ലോ. അതിനൊരു ഭേദഗതി ബിൽ തന്നെ കൊണ്ടുവരുമ്പോൾ അങ്ങനെയെങ്കിൽ ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ആ തരത്തിൽ ഇടപെടൽ നടത്തുമോ എന്ന് കെ സി വേണുഗോപാൽ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ശരിയായ കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ, അങ്ങനെയെങ്കിൽ അയോധ്യ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ അവിടേക്ക് മുസ്ലിങ്ങളെ കൂടി പ്രതിനിധികളാക്കുമോ? അങ്ങനെ ഒരു ആലോചനയിലേക്ക് പോകാൻ പോലും പറ്റില്ലല്ലോ. അപ്പോൾ ഇതിൽ അമുസ്ലിങ്ങൾ വരുന്നതിനെ അത് കൃത്യമായി വിശദീകരിക്കാൻ പോലും യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല. എന്തിനാണ് ഈ ബോർഡിൽ അംഗമായി കഴിഞ്ഞാൽ ജാതി മാറണോ മതം മാറണോ എന്നുള്ളൊരു വാദമൊക്കെയാണ് കിരൺ റിജിജു എന്ന് സഭയിൽ ഉന്നയിച്ചത്. എന്തൊക്കെയാണ് ഈ വ്യവസ്ഥകളെന്ന് നോക്കൂ. കേന്ദ്ര വഖഫ് കൗൺസിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും 2 അംഗങ്ങൾ മുസ്ലിങ്ങളല്ലാത്തവരായിരിക്കണം. 2 വനിതകൾ വേണമെന്ന് നിലനിർത്തും. വഖഫ് സ്വത്തുക്കൾ സർവേ ചെയ്യാനുള്ള അധികാരം സർവേ കമ്മീഷണർമാരിൽ നിന്ന് കലക്ടർമാരിലേക്ക് മാറ്റും. കലക്ടർമാരിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞാൽ കലക്ടർമാർ കൃത്യമായും സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നവരാണ്. അതായത് സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നവരാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിന് ഒരു താല്പര്യമുണ്ടെങ്കിൽ ആ താല്പര്യം നടപ്പാക്കുകയാണ് യഥാർത്ഥത്തിൽ കളക്ടർമാർ ചെയ്യുക. ആ നിലയ്ക്ക് അധികാരം മാറ്റുന്നു. കേന്ദ്ര വഖഫ് കൗൺസിൽ അംഗമാകേണ്ട 3 എംപിമാർ മുസ്ലിം സമുദായത്തിൽ നിന്നായിരിക്കുമെന്ന വ്യവസ്ഥ ഒഴിവാക്കും. അപ്പോൾ അത് ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ്? ഇപ്പോൾ ഇലക്ടഡ് ബോഡിയാണ്. ഇലക്ടഡ് ബോഡി ആകുമ്പോൾ കുറച്ചുകൂടി സുതാര്യമാണ്. അപ്പോൾ നോമിനേറ്റഡ് ബോഡി വേണമെന്നാണ് സർക്കാർ വാദിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് സുതാര്യമാക്കുക? അഴിമതിക്ക് കൂടുതൽ വഴിവെക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് ഇന്ന് ET അടക്കം പാർലമെൻറ്റിൽ ഉന്നയിച്ച വിഷയം. പലപ്പോഴും മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവരുടെ ആചാരപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നു, അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമം എന്ന രൂപത്തിലാണ് സർക്കാർ അതിനെ വ്യാഖ്യാനിക്കാറുള്ളത്. ഇപ്പോൾ ഈ മുത്തലാഖിൻ്റെ വിഷയത്തിലായാലും അങ്ങനെയാണല്ലോ പറഞ്ഞിരുന്നത്. മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയാണ് മുത്തലാഖ് നിയമം കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവരുന്നത് ശരിയാണ്. അത് മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ കാര്യമാണ്. പക്ഷേ അതിനിടയിൽ കൊണ്ടുവരുന്നത് എന്താണ്? ക്രിമിനൽ കേസ് പ്രതിയാകുന്നു അപ്പുറത്തുള്ള ആൾ എന്നുള്ളതാണ്. മറ്റ് മതങ്ങളിൽ അത് വരുന്നില്ല. അപ്പോൾ ഈ തരത്തിൽ 2 തരം പൗരന്മാരെ സൃഷ്ടിക്കുന്നു. അല്ലെങ്കിൽ ഇത് ജനാധിപത്യപരമായ കാര്യങ്ങളിൽ തന്നെ ഇടപെടൽ നടത്തുകയാണ്. ഈ ഒരു മതവിശ്വാസത്തിൽ ഇടപെടുകയാണ് ചെയ്യുന്നത്. ഭരണഘടനാ ലംഘനമാണ് എന്ന് പ്രതിപക്ഷം പറയുന്നു. ഇതിലൊക്കെ അപ്പുറം ഈ വാദങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇന്നിപ്പോൾ നല്ല വാദപ്രതിവാദമുണ്ടായി. കിരൺ റിജിജു കുറേ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറയുന്നത് അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിവിധ സംസ്ഥാനങ്ങൾ അഴിമതിയുണ്ട്. കർണാടകയിലെ കാര്യം പറഞ്ഞു. ഭൂമി തരം മാറ്റുന്നു, ഭൂമാഫിയ പ്രവർത്തിക്കുന്നു. ശരിയായിരിക്കാം, പല സംസ്ഥാനങ്ങളും അത്തരം കേസുകളുണ്ട്. അതിനെ ആ രൂപത്തിൽ ഡീൽ ചെയ്യുകയാണ് വേണ്ടത്. അഴിമതിക്കെതിരെ നടപടിയെടുക്കണം. അഴിമതി ഇപ്പോൾ ദേവസ്വം ബോർഡിൽ അഴിമതിയില്ലേ? എത്ര കേസുകൾ പല വർഷങ്ങളായി നമ്മൾ കേൾക്കുന്നു. ദേവസ്വം ബോർഡിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട് എത്ര ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ദേവസ്വം ബോർഡിൽ അഴിമതി ഉണ്ടാകുമ്പോൾ ഉടനെ ദേവസ്വം ബോർഡിൽ ഒരു മുസ്ലിം അംഗത്തെ ചേർക്കുകയാണോ ചെയ്യുക? അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ മറ്റൊരു നിലപാടെടുത്തുകൊണ്ട് അതിൽ ഇടപെടാനുള്ള ശ്രമം തന്നെയാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. അപ്പോൾ UP-യിലൊക്കെ മദ്രസയിൽ എന്ത് പഠിപ്പിക്കണമെന്നത് പോലും സർക്കാർ തീരുമാനിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ അവരുടെ വിശ്വാസത്തിൽ ഇടപെട്ടുകൊണ്ട് അധികാരം അവർക്കുള്ള സ്വത്തിൽ ഇടപെട്ടുകൊണ്ട് ആ സ്വത്തുക്കൾ മുഴുവൻ തിരിച്ചെടുക്കുക. അതിന് പറയുന്ന ഒരു കാരണം തമിഴ്നാട്ടിൽ ക്ഷേത്രത്തിൻ്റെ ഭൂമി വഖഫ് കൈക്കലാക്കിയിട്ടുണ്ടെന്നുള്ള വാദം ഏതോ ഒരു ചെറിയ കേസ് എടുത്തുകൊണ്ടാണ് പറയുന്നത്. 6 കേസുണ്ടെങ്കിൽ ആ കേസ് അങ്ങനെ ഡീൽ ചെയ്യണം. പലപ്പോഴും ഈ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുസ്ലിം പള്ളികളുമായി ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെയാണ് പറയാറ്. ഞങ്ങളുടെ ഭൂമിയിലേക്ക് കയറുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തരത്തിൽ ഇടപെടൽ നടത്തിയിട്ടുള്ളത്. നമ്മൾ അയോധ്യയിലടക്കം കണ്ട കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് തുടങ്ങി വെക്കുക. ആ തുടങ്ങി വെക്കലാണ് ഇതിൽ നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യം
പാർലമെൻറ്റ് കഴിഞ്ഞ 2 മോദി സർക്കാരിൻ്റെ പോലെയല്ല, 3-ാം മോദി സർക്കാരല്ല, 3-ാം NDA സർക്കാരിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ അല്പം മാറുന്നു. JPCക്ക് വിടേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. JPCയിൽ എത്തുമ്പോൾ ഏതായാലും തുടർ ചർച്ചകളുണ്ടാകും. രാജ്യസഭയിലൊക്കെ പാസ്സാക്കാൻ നല്ല പാടാണെന്നുള്ള കാര്യം ഉറപ്പാണ്. പാർലമെൻറ്റിൽ ഇപ്പോൾ എന്താ പറയുക, ജനാധിപത്യപരമായ ചർച്ചകൾ നടക്കുന്നു. ആ ചർച്ചകൾക്ക് അവസരം നൽകേണ്ടി വരില്ല, ചർച്ചകൾക്ക് സാഹചര്യം ഒരുക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. ഭിന്നിപ്പിക്കാൻ തന്നെയാണ് ഈ ബില്ല് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഭിന്നിപ്പിക്കാൻ തന്നെയാണ് ഈ ബില്ലിൻ്റെ നീക്കം എന്ന കാര്യത്തിൽ എനിക്കും സംശയമൊന്നുമില്ല. പക്ഷെ അതേസമയം തന്നെ നമുക്ക് ചില കാര്യങ്ങൾ വസ്തുതാപരമായി പറഞ്ഞു പോകേണ്ടതുണ്ട്. ഒന്ന്, ഈ ചർച്ചയെ ഞാൻ ആരോഗ്യപരമായി തന്നെയാണ് കാണുന്നത്. കാരണം ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് ഇത് വിടുന്നു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അത് കൂടുതൽ ആഴമേറിയ വിമർശനങ്ങൾക്കും പഠനങ്ങൾക്കും അത് വിധേയമാകും. കാരണം 1954 നെഹ്റുവിൻ്റെ കാലത്ത് കൊണ്ടുവന്ന വഖഫ് നിയമം, പിന്നീട് 64 കൗൺസിലും, പിന്നീട് 95 വഖഫ് ബോർഡും കൊണ്ടുവരുന്ന ഭേദഗതിയും UPA സർക്കാരിൻ്റെ കാലത്ത് 2013 ഭേദഗതിയും ഒഴിച്ചു നിർത്തിയാൽ കാര്യമായ മാറ്റങ്ങളൊന്നും അതിലുണ്ടായിട്ടില്ല. മാത്രവുമല്ല, നിലവിൽ നമ്മളുടെ രാജ്യത്ത് 32 വഖഫ് ബോർഡുകളാണുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ 2 ഷിയ വഖഫ് ബോർഡുകളാണ്. അതിൽ ഒന്നുള്ളത് ബീഹാറിലും മറ്റൊന്ന് ഉത്തർപ്രദേശിലുമാണെന്ന് മനസ്സിലാക്കുന്നു. ഈ 32 വഖഫ് ബോർഡുകളുടെ കൈകളിലായുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 1.2 ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന പ്രോപ്പർട്ടിയാണ്. ഏകദേശം 9.4 ലക്ഷം ഏക്കറാണ് ഇവരുടെ കയ്യിലിരിക്കുന്ന ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഈ 32 വഖഫ് ബോർഡുകളുടെയും കയ്യിലിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. അത് ഏകദേശം 8.7 ലക്ഷം പ്രോപ്പർട്ടികളിലായിട്ട് 9.4 ലക്ഷം ഏക്കർ വരുന്ന പ്രോപ്പർട്ടിയാണ് കയ്യിലിരിക്കുക. അതിൻ്റെ മതിപ്പ് വിലയാണ് ഞാൻ പറഞ്ഞത്, 1.2 ലക്ഷം കോടി രൂപ. ഇതിലേറെ പ്രധാനപ്പെട്ട കാര്യം, ഈ വാക്കുകൾ പ്രേക്ഷകരിൽ ചിലർക്കെങ്കിലും പരിചയമുണ്ടാവണമെന്നില്ല. വഖഫ് എന്നൊക്കെ പറയുന്ന പോലെ വഖഫി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനാണ് മുസ്ലിം മതാചാര പ്രകാരം വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ദൈവത്തിന് കൊടുക്കുകയാണ്, അള്ളാഹ്ക്ക് സമർപ്പിക്കുകയാണ്. ആ പ്രോപ്പർട്ടിയുടെ പേരാണ് വഖഫ്. അങ്ങനെ ഞാൻ വഖഫ് അള്ളാഹ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ എനിക്കതിന്മേൽ പിന്നീട് അവകാശങ്ങളൊന്നുമില്ല. മാത്രവുമല്ല, അത് നിയന്ത്രിക്കുന്നതാരാണ്? അത് നിയന്ത്രിക്കാനുള്ള അവകാശം 2013 നിയമപ്രകാരം വഖഫ് ബോർഡിനാണ് താനും. ആ വഖഫ് ബോർഡിനെ സുതാര്യമായി തെരഞ്ഞെടുപ്പിലൂടെയാണ് തീരുമാനിക്കുന്നത്. അതിൻ്റെ ഘടന ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ വഖഫ് ബോർഡിലുള്ള പ്രാതിനിധ്യം എന്ന് പറയുന്നതും വഖഫ് കൗൺസിലിലുള്ള പ്രാതിനിധ്യം എന്ന് പറയുന്നതും മുസ്ലിം മതവിഭാഗത്തിൻ്റെ വിശ്വാസത്തെ കണക്കിലെടുത്തുകൊണ്ടുള്ളതാണ്. അത് മതപരമായ ചടങ്ങുകൾക്ക് കൊടുക്കുന്ന ഭൂമിയാണ്. അതെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാരാണ്. എങ്ങനെ? ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, ട്രാവൻകൂർ ദേവസ്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, തിരുപ്പതി ദേവസ്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, അയോധ്യയുടെ കാര്യത്തിലാണെങ്കിലും ശരി, മതപരവും ആചാരപരവുമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതാത് ഭാഗങ്ങളിലുള്ളവരാണ്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കണം. നമ്മളുടെ രാജ്യത്ത് ഭൂരിപക്ഷ മതമാണെങ്കിലും ന്യൂനപക്ഷ മതമാണെങ്കിലും സ്റ്റേറ്റ് അഥവാ ഭരണകൂടം ഇടപെടുന്നതിന് നമ്മളുടെ രാജ്യത്ത് അനുവർത്തിച്ചു പോകുന്ന ഒരു ഭരണഘടനാപരമായിട്ടുള്ളൊരാശയമുണ്ട്. ഞാനതിനെ വിളിക്കുന്നത് പലപ്പോഴും പ്രിൻസിപ്പിൾഡ് ഡിസ്റ്റൻസ് എന്നാണെന്ന് പറഞ്ഞാൽ താത്വികമായ ഒരു അകലം സൂക്ഷിക്കണം. നിങ്ങൾ മനുഷ്യാവകാശത്തെയോ അതല്ലെങ്കിൽ ഭരണപരമായ പരാജയമോ ഉണ്ടാകാത്തിടത്തോളം കാലം നിങ്ങളുടെ സ്റ്റേറ്റിന് അനാവശ്യമായ ഇതിലേക്ക് കടന്നു കയറേണ്ട ആവശ്യമില്ല. അത് ആ വിശ്വാസ സമൂഹത്തിൻ്റെ അവകാശമായി അത് തുടർന്നു കൊണ്ടുപോകണം. ഇവിടെ ഏതെങ്കിലും മനുഷ്യാവകാശം സംരക്ഷിക്കപ്പെടുത്താൻ വേണ്ടിയാണോ? അതിലൊരു ഭാഗം ശരിയാണ്, സ്ത്രീകൾക്ക് അതിൽ പ്രാതിനിധ്യം കൊടുക്കണമെന്ന് പറയുന്നത് വിശാലമായ അർത്ഥത്തിലുണ്ട്. പക്ഷേ അതേ സ്ത്രീകൾക്ക് ശബരിമലയിൽ യുവതീ പ്രവേശനത്തിൻ്റെ സുപ്രീം കോടതി വിധി വരുമ്പോൾ എതിർത്തവരാണ് എന്നതും ശ്രദ്ധേയമായൊരു കാര്യമാണ്. അപ്പോൾ ആ നിലപാടിൽ ഒരു ആത്മാർത്ഥതയില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ എങ്ങനെയാണോ മുത്തലാഖിൻ്റെ വിഷയം കൊണ്ടുവന്ന് സ്മൃതി നേരത്തെ സൂചിപ്പിച്ചത്, മുത്തലാഖിൻ്റെ വിഷയം കൊണ്ടുവരുമ്പോഴും ഇതേ സ്ത്രീയുടെ അവകാശമാണ് ഉയർത്തുന്നത്. പക്ഷേ അതിനെ ക്രിമിനലൈസ് ചെയ്യുന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നു? ഒരു ചില്ലിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്നു. സുപ്രീം കോടതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പൗരത്വ നിയമ ഭേദഗതിയാവട്ടെ, ജമ്മു കാശ്മീരിൻ്റെ വിഷയമാവട്ടെ, മുത്തലാഖ് ബില്ലിൻ്റെ വിഷയത്തിലാവട്ടെ, ഇപ്പോൾ വഖഫ് ബില്ലിൻ്റെ കാര്യത്തിലാണെങ്കിലും 2ാം തരം പൗരന്മാർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയെ നമ്മൾ പ്രയോഗത്തിലൂടെ കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടത്തുന്നുവെന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇനി ആ ബില്ലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താണ് ഈ ബില്ലിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് അതിൽ സെക്ഷൻ 40 ആണ്. സെക്ഷൻ 40 പ്രകാരം വഖഫ് ബോർഡിന് വഖഫുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രഖ്യാപനത്തിനുള്ള അവകാശമുണ്ട് എന്നിരിക്കെ അത് കളക്ടറിലേക്ക് മാറ്റാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ കളക്ടറാണ് ഇനി തീരുമാനിക്കുക. കളക്ടർ എന്ന് പറയുന്ന സ്റ്റേറ്റാണ്. ഈ കാലങ്ങളായി വഖഫ് ബോർഡുകളുടെയും മുസ്ലിം സമുദായ സംഘടനകളുടെയും വിമർശനം എന്ന് പറയുന്നത് പല പ്രോപ്പർട്ടിയും വഖഫിൻ്റെ പ്രോപ്പർട്ടി സ്റ്റേറ്റുമായിട്ടുള്ള കേസിൽ കുരുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ സ്റ്റേറ്റ് ഒരു ഭാഗത്തും വഖഫ് ബോർഡ് മറ്റൊരു ഭാഗത്തുമായി നിൽക്കുമ്പോൾ സ്വാഭാവികമായും കളക്ടറാണ് അതിൻ്റെ അധികാരി വരുന്നതെങ്കിൽ
അന്തിമ തീരുമാനം എടുക്കേണ്ടി വരുന്ന സാഹചര്യം വന്നാൽ അവർക്ക് നീതി ലഭിക്കില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ആരോപണം. മാത്രവുമല്ല, ഈ വഖഫ് കൗൺസിലിലുള്ള മുസ്ലിം പ്രാതിനിധ്യം എന്നുള്ളത് എന്തുകൊണ്ടാണ് ഒഴിവാക്കപ്പെടുന്നത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 പേർ ലോക്സഭയിൽ നിന്നും ഒരാൾ രാജ്യസഭയിൽ നിന്നും MP ആവണമെന്നും ഇവർ 3 പേരും മുസ്ലിം വിശ്വാസത്തിൽ ഉള്ളവരായിരിക്കണം എന്നുള്ളതുമാണ് നിലവിൽ 95-ലെ നിയമം പറയുന്നതും 64-ലെ നിയമം പറയുന്നതും. ഇതിൽ ഭേദഗതി വരുത്തി അവർ മുസ്ലിം ആയിരിക്കണം എന്നുള്ളത് മാറ്റുമ്പോഴാണ് KC വേണുഗോപാൽ ചോദിച്ചതുപോലെ മുസ്ലിം വിശ്വാസത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഭൂമിയുടെ ക്രയവിക്രയങ്ങളിൽ അമുസ്ലിങ്ങൾ അഭിപ്രായം പറയുന്നത് ശരിയാണോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അവിടെയാണ് ദേവസ്വം ബോർഡിൻ്റെ വിഷയം ഉന്നയിക്കപ്പെടുന്നത്. അതൊരു പ്രധാനപ്പെട്ട വിഷയം. മുസ്ലിം പ്രാതിനിധ്യത്തെ ഉറപ്പാക്കുന്നില്ല. അതിവിടെ മാത്രമല്ല കേട്ടോ, ഈ ബോർഡിൻ്റെ CEO-യുടെ കാര്യത്തിലും സെക്ഷൻ 15-ലും ഇതേ പ്രകാരം ഒരു പ്രൊവിഷൻ ഉണ്ട്. സെക്ഷൻ 15 പ്രകാരം നിലവിൽ CEO മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടാരായിരിക്കണം. ഉദാഹരണത്തിന് ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് വരുന്നത് ഒരു ഹിന്ദു വിശ്വാസിയോ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസാചാരങ്ങളുടെ പ്രമാണവുമായി ബന്ധപ്പെട്ട വ്യക്തിയോ ആകണമെന്നില്ല എന്നൊരു നിയമം കൊണ്ടുവന്നാൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുക്കൾ അതിനെ എങ്ങനെയായിരിക്കും കാണുക? അതുമാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള നിയമത്തിൽ വഖഫ് ബോർഡിൻ്റെ CEO ആയി മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഒരാളായിരിക്കണം എന്നുള്ളതിൻ്റെ ക്ലോസ് എടുത്തു കളയുന്നു. അതൊരു പ്രധാനപ്പെട്ട ഒരു ട്രാപ്പാണ് എന്നുള്ളതാണ് ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം. ഇതിൻ്റെ പ്രശ്നം എന്തെന്ന് കരുതിയാൽ സർക്കാർ പറയുന്നു ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, പിന്നെന്തിനാണ് മാറ്റുന്നത്? ഉദ്ദേശിക്കാത്ത പക്ഷം നിങ്ങൾ മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. അതവിടെ കിടക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം? CEO മുസ്ലിമായി തുടരണം എന്നുള്ളതാണ് മുസ്ലിം പ്രോപ്പർട്ടി ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് മാറ്റേണ്ടാത്തത്? ഒരു പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ വഖഫിൻ്റെ കാര്യത്തിലുള്ള ഈ ഡിസ്പ്യൂട്ടുകൾ വരുന്ന സമയത്ത് ആരാണതിൽ തീരുമാനിക്കുക? അതിലൊരു കാര്യം പറയുന്നതാണ്, 5 വർഷം ആ മതത്തിൽ വിശ്വസിക്കുന്നയാൾക്ക് മാത്രമേ വഖഫ് കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്നാണ്. അഥവാ ഒരു വഖഫിയായ ഒരാൾ മാറണമെങ്കിൽ 5 വർഷം മതവിശ്വാസം മുസ്ലിം മതവിശ്വാസത്തിൽ പിന്തുടർന്നിരിക്കണം. അങ്ങനെ ഒരു കാറ്റഗറി വയ്ക്കൽ എന്ന അവകാശം സ്റ്റേറ്റിനുള്ളത്. ഞാനിപ്പോൾ ഇന്ന് മുതൽ ഒരു പ്രത്യേക മതവിശ്വാസിയെ മാറുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ മതവിശ്വാസിയായി മാറിക്കഴിഞ്ഞാൽ ഞാൻ നാളെ മുതൽ ആ മതവിശ്വാസിയാണ്. എൻ്റെ 10 വർഷത്തെ മതവിശ്വാസം അതിന് ബാധകമല്ല. ഞാൻ നാളെയോ അല്ലെങ്കിൽ ഒരാഴ്ചയോ 1 മാസമോ കഴിഞ്ഞ് എൻ്റെ പ്രോപ്പർട്ടി മതവിശ്വാസത്തിന് വേണ്ടി മതാചാരത്തിന് വേണ്ടിയിട്ട് ഞാൻ വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുന്നത് എൻ്റെ മതപരമായ അവകാശമാണ്. അത് ആർട്ടിക്കിൾ 25 നമുക്ക് ഉറപ്പ് നൽകുന്നതാണ്. ആർട്ടിക്കിൾ 25 എന്താ പറയുന്നത്? റൈറ്റ് ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എന്നാണ്. അപ്പോൾ പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റിൽ പ്രാക്ടീസിൻ്റെ ഭാഗമായി എൻ്റെ ഒരു പ്രോപ്പർട്ടി മതവിശ്വാസത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ എനിക്ക് 5 വർഷം മതവിശ്വാസിയായിരിക്കണം എന്ന് പറയുന്ന ഒരു ക്ലോസ്. രണ്ടാമത്തത്, ഒരു മതവിശ്വാസത്തിൻ്റെ ഭാഗമായി സമർപ്പിക്കപ്പെടുന്ന വഖഫ് ഭൂമി അത് സംബന്ധിച്ച് ക്രയവിക്രയം നടത്തുന്നതിന് തീരുമാനിക്കുന്ന ബോർഡിൻ്റെ CEO ആ മതത്തിൽ നിന്നാകണമെന്നുള്ള ക്ലോസ് എടുത്തു കളയുന്ന രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഭാഗം, വഖഫ് ട്രിബ്യൂണലുകൾക്കും വഖഫ് ബോർഡുകൾക്കും 2013 ആക്ട് പ്രകാരം കൊടുത്തിരുന്ന ഡിസ്പ്യൂട്ടിൻ്റെ കാര്യം. അതാണ് നേരത്തെ സർവേ കമ്മീഷനുടെ കാര്യം സ്മൃതി പറഞ്ഞത്. ഒരു സർവേ കമ്മീഷണറെ ഉപയോഗിച്ചുകൊണ്ട് വേണം ഈ തർക്കത്തിൽപ്പെട്ട സ്ഥലങ്ങളുടെ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന നടത്താൻ. അതെടുത്ത് കളഞ്ഞു. പകരം അത് നിങ്ങൾ സർക്കാരിലേക്ക് ചുമതലപ്പെടുത്തുന്നു. അപ്പോൾ സ്റ്റേറ്റും വഖഫ് ബോർഡും തമ്മിലുള്ള ഒരു കേസിൽ സ്റ്റേറ്റിൻ്റെ തന്നെ എക്സിക്യൂട്ടീവ് ആയിരിക്കുന്ന ഒരു കളക്ടർ വന്ന് തീരുമാനം പറയുമ്പോൾ സ്വാഭാവികമായും അതിൽ സംശയമുണ്ടാകും. ഇതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഇതിൽ നിൽക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ക്ലോസ് എന്ന് പറയുന്നത് വഖഫ് അലൽ ഔലാദ് എന്ന് പറയുന്നൊരു പ്രൊവിഷനുണ്ട്. എന്ന് പറഞ്ഞാൽ വഖഫിലേക്ക് സമർപ്പിക്കപ്പെട്ട ഭൂമി പിൽക്കാലത്ത് തിരിച്ചെടുക്കാനുള്ളൊരു പ്രൊവിഷൻ കൂടി കൊടുക്കുന്നു. സ്ത്രീകളുടെ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും അതിനെ പിന്തുണയ്ക്കുന്നതാണ്. അതിന് വ്യത്യസ്തമായ അഭിപ്രായം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവാം. അത് ആ മതവിശ്വാസ പ്രകാരം സ്ത്രീകൾക്ക് പ്രോപ്പർട്ടി നിശ്ചയിക്കാമോ? ഞാൻ ഇപ്പോഴും കരുതുന്നത് ഏതെങ്കിലും മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീ അതിൻ്റെ പുറത്ത് നിർത്തണമെന്നുള്ള ആശയത്തോട് എനിക്ക് യോജിപ്പില്ല. അത് തീരുമാനിക്കേണ്ടത് മതസംഘടനകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെടേണ്ട ആചാരക്രമങ്ങളുണ്ട്. അത് തീരുമാനിക്കണം. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കിരൺ റിജ്ജു പറയുന്നു പല മതസംഘടനകളും മുസ്ലിം മതസംഘടനകളും തന്നെ വന്ന് കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സൂഫി വിഭാഗത്തിൽപ്പെട്ട ഒരു മതവിഭാഗത്തിൻ്റെ സംഘടന മാത്രമാണ് കിരൺ റിജ്ജുവിനെ പോയി കണ്ടിരിക്കുന്നത്. അവർ മാത്രമാണ് ഇതിനെ പ്രാഥമികമായി സ്വാഗതം ചെയ്തിരിക്കുന്നത്. മറ്റ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അടക്കമുള്ള ഒരു പ്രധാനപ്പെട്ട ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വിഭാഗവും അതിൽ പ്രാതിനിധ്യം അറിയിച്ചിട്ടില്ല എന്നാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ചില്ലിങ് എഫക്റ്റ് കൊടുക്കുക. നിങ്ങൾ ഈ രാജ്യത്ത് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരായി ജീവിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ മതവിശ്വാസങ്ങൾ ഭൂരിപക്ഷ മതപ്രകാരം വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു. അത് സ്വാഭാവികമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച മതേതരത്വത്തിൻ്റെ ആശയത്തിനെതിരാണ്. ഏതാണത്? പ്രിൻസിപ്പിൾഡ് ഡിസ്റ്റൻസ്. നിങ്ങൾ തത്വാധിഷ്ഠിതമായ അകലം. ഇവിടെ ഇടപെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം അഴിമതിയുടെ
കാര്യം സൂചിപ്പിച്ചു. നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്, പല വഖഫ് ബോർഡുകളുടെയും പ്രവർത്തനം അത്ര സുതാര്യമല്ല. അത് സുതാര്യമാക്കണം. അത് സുതാര്യമാക്കുന്നതിന് വേണ്ടി ആകരുത് ഈ മുസ്ലിം പ്രാതിനിധ്യമില്ലാത്ത ആളുകളെ കൊണ്ടുവരിക, സംശയം ജനിപ്പിക്കുന്ന തരത്തിൽ കൊണ്ടുവരിക. അതായത് അതിൻ്റെ പർപ്പസിനെ തന്നെ ഡിഫീറ്റ് ചെയ്യുകയും ഒരു ലക്ഷ്യത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗൂഢലക്ഷ്യങ്ങൾ അതിൽ തിരികെ കയറ്റുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നേരത്തെയുള്ള എല്ലാ ബില്ലുകളിലും, ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട എല്ലാ ബില്ലുകളിലും ഉള്ളത്. ഈ ബില്ലുകളിലും തുടരുന്നത് അതുതന്നെയാണ്. ഒരു ലക്ഷ്യം ചൂണ്ടിക്കാണിക്കും, പക്ഷേ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഗൂഢലക്ഷ്യമാണ്. ആ ഗൂഢലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ചില്ലിംഗ് എഫക്റ്റ് കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം. TDPയും JDUവും അടക്കമുള്ളവർ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. കുറേ നാളുകൾ കേട്ട് ഈ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിടുന്ന വിഷയത്തിൽ പാർലമെൻറ്റ് പിശുക്ക് കാട്ടിയിരുന്നത് ഇപ്പോൾ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിടാനുള്ള, ജനാധിപത്യപരമായ ചർച്ചയ്ക്ക് അത് വിടാനുള്ളൊരു തീരുമാനമെടുത്തിരിക്കുന്നു എന്നത് സ്വാഗതാർഹമാണ്. അതിന് പ്രതിപക്ഷത്തിനും ഭരണപക്ഷം അതിന് വഴങ്ങിയതിനും ഒരു പ്രത്യേക നന്ദിയുണ്ട്. കാരണം ജനാധിപത്യം ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെയാണ് പുറത്തു വരേണ്ടത്. സ്പീക്കർ ഇന്ന് വ്യത്യസ്തമായ നിലപാടെടുത്തു എന്നുള്ള ET പ്രത്യേകം പറയുന്നുണ്ട്. സാധാരണഗതിയിൽ ഇടപെടുന്ന പോലെ ഇടപെട്ടിട്ടില്ല. അതെ, അത് പ്രതിപക്ഷത്തിന്റെ ഒരു ശക്തിയാണ് അവിടെ കാണുന്നത്. അത്തരം ചർച്ചകൾ ഉണ്ടാവണം. ഇനി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ വരട്ടെ, ചർച്ച ചെയ്യട്ടെ. രാജ്യം മുഴുവൻ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണം. അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ കാര്യമല്ല. അത് KC വേണുഗോപാൽ പറയുന്നത് പോലെ ഇന്നിപ്പോൾ മുസ്ലിം വിഭാഗത്തിന്റെ കാര്യത്തിൽ, നാളെ പാഴ്സിയുടെയോ ജൈനിന്റെയോ സിഖുകാരുടെ കാര്യത്തിൽ, സിഖുകാരെ തൊടത്തില്ല, അത് വേറെ കാര്യം. സിഖുകാരെ തൊടാൻ പോയതിന്റെ ബുദ്ധിമുട്ട് അവർ അനുഭവിച്ചു. അപ്പോൾ മുസ്ലിം വിഭാഗത്തിന്, ക്രിസ്ത്യൻ വിഭാഗത്തിന് തൊടാൻ പോകുന്നില്ല, ക്രിസ്ത്യൻ വിഭാഗത്തിന് തൊടാൻ ഈ ഘട്ടത്തിൽ തൊടുന്നില്ല. കാര്യം അതൊരു പ്രത്യേക വോട്ട് ബാങ്ക്, ഇവരൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്നു. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഒരു ഭിന്നിപ്പിക്കാനുണ്ടാക്കുന്ന, ഹരിയാന തിരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്നു, മറ്റ് സംസ്ഥാന തിരഞ്ഞെടുപ്പുകളും മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു. ഇതിനെ മുൻനിർത്തി വീണ്ടും ഒരു പരിശ്രമം നടത്തുകയാണ്. പക്ഷേ അത് വിജയിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. തീർച്ചയായും അത് ഭിന്നിപ്പുണ്ടാക്കാനാണ്. അതേസമയം തന്നെ കർണാടകയിലെ വഖഫ് ബോർഡിൻ്റെയൊക്കെ കാര്യത്തിൽ വലിയ അഴിമതി ഉണ്ടെന്ന് കിരൺ റിജിജു പറഞ്ഞത് വാസ്തവമാണ്. 29,000 ഏക്കറോളം ലാൻഡ് അവിടെ മിസ്യൂസ് ചെയ്യപ്പെടുന്നു. പലതരത്തിലുള്ള കണക്കുകളില്ല, ആ കണക്കുകളെല്ലാം മാറ്റപ്പെടുന്നു. കാര്യം 7% മറ്റുമാണ് അതിൻ്റെ പലിശ കൊടുക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പം ഞാൻ സ്മൃതിക്ക് അല്ലെങ്കിൽ സുജി ഒരു വഖഫിന്, എൻ്റെ വഖഫി കൊടുത്തു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്തൊരു ബോഡി ഉണ്ടല്ലോ, ആ ബോഡി 7% പലിശ എന്തോ വഖഫ് ബോർഡിന് കൊടുക്കണം. പക്ഷേ പലപ്പോഴും അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? ഈ 7% കാണിക്കില്ല, ലാഭം കുറച്ച് വയ്ക്കും. ലാഭം കുറച്ച് വെച്ച് വഖഫ് ബോർഡിന് പൈസ കൊടുക്കില്ല. വഖഫ് ബോർഡിന് പൈസ കിട്ടിയില്ലെങ്കിൽ മതപരമായ ആചാരത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും. ഇതിലൊക്കെ ഇടപെടേണ്ടതാണ്. ഇത് മിക്കവാറും ഇടങ്ങളിൽ നടക്കുന്ന തട്ടിപ്പാണ്. എല്ലാ ആരാധനാലയങ്ങളിലും തട്ടിപ്പ് കൂടപ്പുറപ്പാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. വഖഫ് ഭേദഗതി നിയമം ഭിന്നിപ്പിക്കാനോ എന്നാണ് ചോദ്യം. സുജയ, ഭിന്നിപ്പിക്കാനായിട്ടുള്ളൊരു ബില്ലായി നമ്മൾ അതിനെ കണക്കാക്കേണ്ട സമയമായിട്ടില്ല. കാരണം സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടണം എന്ന് പ്രതിപക്ഷം പറഞ്ഞപ്പോൾ തന്നെ അതേ ദിവസം തന്നെ അതിൽ അക്കാര്യത്തിൽ പിന്നെ കൂടുതൽ ബഹളങ്ങളിലേക്ക്, പ്രതിപക്ഷം ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകാൻ തയ്യാറെടുത്ത് തന്നെയാണ് വന്നത്. കാരണം നേരത്തെ തന്നെ യോഗങ്ങൾ ചേരുകയും ഇതിനെ എതിർക്കണം എന്ന് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് തന്നെ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തതാണ്. അങ്ങനെയുള്ള പ്രതിഷേധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നീണ്ട ചർച്ചയിലേക്ക്, ബഹളത്തിലേക്ക് ഒക്കെ പോകുന്നതിന് മുൻപ് തന്നെ JPC സംയുക്ത പാർലമെന്ററി സമിതി എന്ന ആവശ്യം അംഗീകരിക്കുകയായിരുന്നു. സഭയിൽ അവതരിപ്പിച്ച ബിൽ ഇപ്പോൾ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. അതിൽ ഭരണഘടനാപരമായ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതടക്കം പരിശോധിക്കുന്നതിനാണ് JPC. പ്രതിപക്ഷം എന്താണോ ഡിമാൻഡ് ചെയ്തത് അത് അംഗീകരിച്ചിരിക്കുകയാണ്. ഇനി അതിൽ പരിഹാരം ഉണ്ടാകാതെ വരികയും നേരത്തെ കൊണ്ടുവന്ന, അതായത് ഇന്ന് ടേബിൾ ചെയ്ത ബിൽ അതേപടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ ഈ ചോദ്യത്തിന് നമുക്ക് ഭിന്നിപ്പിക്കാനാണോ എന്ന ചോദ്യത്തിനെങ്കിലും നമുക്ക് തർക്കിക്കാവുന്നതാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ ഭിന്നിപ്പിക്കാനായിട്ടുള്ള ഒരു നീക്കമായി ഞാനിതിനെ കാണുന്നില്ല. ഇനി ഈ വഖഫ് ബോർഡിൽ വിവിധ മതസ്ഥരെ അംഗങ്ങളാക്കണം, അല്ലെങ്കിൽ എല്ലാ മതങ്ങളിലും പെട്ട ആളുകൾ വന്ന് അംഗമാകണം, അങ്ങനെയൊരു ക്ലോസ് ഒന്നും ഇതിലില്ല. അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യ മുന്നണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ റിജിജു കൃത്യമായി അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതായത് വിവിധ മതസ്ഥരെ അംഗങ്ങളാക്കണം എന്ന് ഈ ബില്ലിൽ അങ്ങനെ വ്യവസ്ഥ ചെയ്തിട്ടില്ല. MP കുറിച്ച് പറയുന്ന ഭാഗം ഇങ്ങനെയാണ്: ഒരു MP വേണം, പക്ഷേ ആ MP നോമിനേറ്റ് ചെയ്യുമ്പോൾ ആ MP ഹിന്ദുവോ അല്ലെങ്കിൽ ക്രിസ്ത്യനോ ആയിക്കഴിഞ്ഞാൽ ആയതുകൊണ്ട് MP ആയതുകൊണ്ട് അയാൾ മതം മാറ്റണോ? ആ ചോദ്യമാണ് കിരൺ റിജിജു ചോദിച്ചത്. ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു എതിർപ്പ് അവിടെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ആരുടെ വോട്ട് ബാങ്കാണ് മുസ്ലിംസ്, അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ ഏത് പാർട്ടിക്കാണ് അല്ലെങ്കിൽ ഏത് മുന്നണിക്കാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്, ആരാണ് തുണച്ചത്, ആർക്കൊപ്പമാണ് നിന്നത്? അതുകൊണ്ട് അത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഒരു നീക്കം, ഒരു രാഷ്ട്രീയ നീക്കം ഉണ്ടാകുന്നതിൽ നമ്മൾ തെറ്റ് കാണേണ്ടതില്ല. അതുതന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടി ആയാലും തൃണമൂൽ കോൺഗ്രസ് ആയാലും ചെയ്തത് അതുതന്നെയാണ്. അതിനപ്പുറം, രാഷ്ട്രീയ ലക്ഷ്യത്തിനപ്പുറം അതിനകത്ത് ഒന്നുമില്ല. ഇതിലെ കീ ഇഷ്യൂസ് എന്താണ്? ഇതിൽ എങ്ങനെയാണ് അലോയിങ് ലാൻഡ് ടു ബി ഡെഡിക്കേറ്റഡ് ആസ് വഖഫ് ബേസ്ഡ് ഓൺ യൂസേജ് പോസസ് റിസ്ക് ഓഫ് മിസ്യൂസ് ആൻഡ് അൺഓതറൈസ്ഡ് ക്ലെയിംസ് ഓൺ പബ്ലിക് ലാൻഡ്. പൊതുഭൂമി
അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഏതാണ് വഖഫ് ഭൂമി എന്ന് അറിയുന്നതിന് ഒരു ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ അത് വലിയ തെറ്റായി മാറുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഈ നാട്ടിലുള്ള ഭൂമിയുടെ അല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങളിലും ഭൂമി തർക്കങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കൃത്യമായ രേഖകൾ പരിശോധിച്ചുകൊണ്ടാണ്, അല്ലാതെ വാക്കാൽ പറഞ്ഞുകൊണ്ട് ഡോക്ടർ അരുൺ സ്മൃതി പരുത്തിക്കാടിനോ സുജയ പാർവതിക്കോ ഇത് വഖഫ് ഞാൻ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ എടുക്കുകയല്ല. വാക്കാലല്ല തരേണ്ടത്. രേഖകളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്, രജിസ്ട്രേഷൻ ഉള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. കൃത്യമായ രജിസ്ട്രേഷൻ പ്രോസസ്സിലൂടെ പോകണം. എന്തിനാണോ ആ ലാൻഡ് മാർക്ക് ചെയ്തിരിക്കുന്നത് ആ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ ആയിരിക്കണം. അല്ലാതെ വഖഫ് ഭൂമി ഏതാണ്, വഖഫ് ഭൂമി അല്ലാത്തത് ഏതാണ്, ഏതെങ്കിലും ഒരു ഭൂമി ഞാൻ വഖഫ് കൊടുത്തതാണ് എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിൻ്റെ പേരിൽ അത് വഖഫായി മാറുന്ന രീതി എന്ന് പറയുന്നത് അത് പണ്ട് കാലത്ത് കൊണ്ടുവന്ന ഒരു നിയമമാണ് അല്ലെങ്കിൽ ബില്ലാണ് എന്നുണ്ടെങ്കിൽ അതിൽ കാലാകാലങ്ങളിൽ ഭേദഗതികൾ വരും. അന്നത്തെ അതേ നാണയം, അന്നത്തെ അതേ രൂപ നോട്ടുകളൊന്നും കൊണ്ടല്ലല്ലോ. നമ്മളിന്ന് ഡിജിറ്റൽ പേയ്മെൻറ്റിൻ്റെ കാലത്താണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഇപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വഖഫ് ബോർഡിൽ മുസ്ലിങ്ങളല്ലാത്തവരെ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നവർ ദേവസ്വം ബോർഡിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താറുണ്ടോ? ഇവിടെ പള്ളി കമ്മിറ്റിയിലൊന്നും അല്ലല്ലോ. വഖഫ് ബോർഡ് എന്ന് പറയുന്നത് പള്ളിയുടെ പരിപാലനം അല്ലെങ്കിൽ പള്ളിയിലെ ആരാധനാക്രമങ്ങൾ അതൊക്കെ ചെയ്യുന്ന ഒരു സംവിധാനമാണ് എന്നാണോ KC വേണുഗോപാൽ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോഴാണ് ക്ഷേത്രങ്ങളെയെല്ലാം ഈ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലേക്ക് കൊണ്ടുവന്നത്. ആ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലേക്ക് കൊണ്ടുവന്ന ക്ഷേത്രങ്ങളുമായി വഖഫിനെ താരതമ്യം ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയം മാത്രമാണ്. ഇതിൽ ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കാനായിട്ടുള്ള ഒരു കാര്യവും ഇതിനകത്തില്ല. ഇതിലെവിടെയാണ് ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കുന്നത്? ഹിന്ദുക്കൾ വഖഫ് ഭൂമി പിടിച്ചെടുക്കാൻ പോവുകയാണോ? അല്ലെങ്കിൽ മുസ്ലിങ്ങളെ മുഴുവനായി വഖഫ് ബോർഡിൻ്റെ പരിപാലനത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് ഹിന്ദുക്കളായ ആളുകളെ മാത്രം നോമിനേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു പിടിച്ചടക്കൽ നടത്താൻ പോകുന്നു? അതൊരു പ്രതീതി സൃഷ്ടിക്കലാണ്. അത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു മതത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കലാണ്. അതിനോട് ഒട്ടും തന്നെ യോജിക്കാൻ കഴിയില്ല. ഇനി ഹൈദരാബാദിൽ ഉണ്ടായ ഒരു ഡിസ്പ്യൂട്ട്, അത് കേസായി തന്നെ വന്നതാണ്. ഹൈദരാബാദിൽ വഖഫ് ബോർഡ് 5 സ്റ്റാർ ഹോട്ടലായ മാരിയറ്റിന് മേലാണ് ക്ലെയിം വെച്ചത്. അതിൽ തെലങ്കാന ഹൈക്കോടതിയാണ് അതിൽ കൃത്യമായ ഉത്തരവിട്ടത്. വഖഫ് ബോർഡ് പറഞ്ഞത് തെറ്റാണ്, ആ ക്ലെയിം നിലനിൽക്കില്ല എന്ന് ഉത്തരവിട്ടത് തെലങ്കാന ഹൈക്കോടതിയാണ്. അങ്ങനെ കോടതി കയറിയ ഒരുപാട് വ്യവഹാരങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റ് സർക്കാർ സംവിധാനങ്ങളുടെ മുന്നിൽ വന്ന വ്യവഹാരങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിനൊക്കെ ഒരു വ്യവസ്ഥ വേണമെന്ന് തീരുമാനിക്കുമ്പോൾ അതിനെ കണ്ണടച്ചു തീർക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിലെന്തായാലും സെക്യുലറിസം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വോട്ട് ബാങ്ക് അപ്പീസ്മെന്റിന് വേണ്ടി ബഹളം വെച്ചതുകൊണ്ട് കാര്യമില്ല. JPC-യിൽ കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയണം. ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ കഴിയണം. ഞാൻ ഇക്കാര്യത്തിൽ എടുക്കുന്ന ടേക്ക്, ഇതിൽ ആരും ആരുടെയും ഭൂമിയോ ആരുടെയും ആരാധനാ സ്വാതന്ത്ര്യത്തിലോ ഒന്നും കടന്നു കയറാൻ ശ്രമിക്കേണ്ട സാഹചര്യമില്ല. എല്ലാവർക്കും എല്ലാവരുമായി ജീവിക്കാനായിട്ടുള്ള സംവിധാനമുള്ള ഒരു രാജ്യത്ത് തന്നെയാണ് നമ്മൾ താമസിക്കുന്നത്. പക്ഷേ ഇതിൽ ഒരു ട്രാൻസ്പെറൻസി വേണം. രണ്ടാമത്തെ കാര്യം, ഇതിലൊരു അക്കൗണ്ടബിലിറ്റി വേണം. മൂന്നാമത്തെ കാര്യം, ഈ മുസ്ലിം വിമൻ്റെ റെപ്രസെൻറ്റേഷൻ, അതൊരു ഫെയർ റെപ്രസെൻറ്റേഷൻ ഉണ്ടാകണം. അത് എവിടെയൊക്കെയാണ് നമ്മൾ കാണാത്തത്? തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ തന്നെ നോക്കൂ, കേരളത്തിൽ മത്സരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെക്സിൽ വെക്കാൻ അനുവദിക്കില്ല. വേദിയിൽ കയറാൻ സമ്മാനം വാങ്ങാൻ വന്ന പെൺകുട്ടി വാങ്ങാതെ പോയിട്ടുള്ള സാഹചര്യം നമ്മൾ മുന്നിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഫെയർ റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൻ എന്ന് പറയുന്നത് അത് മുസ്ലിം വിമൻ ഉണ്ടാകണം. എനിക്കും സ്മൃതി പരുത്തിക്കാടിനും ഒരു വേദിയിൽ കയറാനും ഒരു ഫ്ലെക്സിൽ പടം വരാനും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ഉള്ളതുപോലെ തന്നെ എല്ലാ വേദികളിലും എല്ലാ ഇടങ്ങളിലും ഫെയർ റെപ്രസെൻറ്റേഷൻ ഉണ്ടാകണം. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്ന് തന്നെയാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ള അഭിപ്രായം. ഇനി ഈ 2 മുസ്ലിം ഇതര വിഭാഗക്കാരെയും 2 വനിതകളെയും ഉറപ്പാക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് മാത്രം സീറോ ഇൻ ചെയ്യുകയാണ്. ഇക്കാര്യത്തിൽ കർണാടക വഖഫ് ബോർഡിൻ്റെ കാര്യത്തിൽ മന്ത്രി പറഞ്ഞ കാര്യമൊക്കെ പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം 1-2 അല്ല, 29,000 ഏക്കർ ഭൂമിയാണ് വാണിജ്യ ആവശ്യത്തിനായി നൽകി സ്വത്തുവകകൾ ചിലർ ധൂർത്തടിക്കുകയാണ്. അങ്ങനെയുള്ള ധൂർത്തുണ്ടാകുന്നുണ്ടെങ്കിൽ അതിലൊരു ട്രാൻസ്പെറൻസി വേണ്ടേ? നമ്മുടെ രാജ്യത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളത് പുറത്തേക്ക് വരണ്ടേ? അല്ലാതെ ചിലർക്ക് എന്തുമാകാം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പീസ്മെന്റിന്റെ പേരിൽ അവരെ തുടരുത്, അവരെ പറ്റി മിണ്ടരുത് എന്ന് പറയുന്നത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഇക്കാര്യത്തിൽ ഇപ്പോൾ ട്രൈബ്യൂണലുണ്ട്, വഖഫ് ബോർഡിന്റെ ട്രൈബ്യൂണലുണ്ട്. അതിൽ പരാതികൾ വന്നു കഴിഞ്ഞാൽ തീർപ്പാക്കുന്നതൊക്കെ ഇങ്ങനെ അനിശ്ചിതമായി നീണ്ടുപോവുകയാണ്. ഈ പുതിയ ഭേദഗതി അനുസരിച്ചുകൊണ്ട് 6 മാസത്തിനകം കേസുകൾ തീർക്കാനുള്ള സംവിധാനമുണ്ട്. പെട്ടെന്ന് ഫാസ്റ്റ് ട്രാക്കിംഗ്, അതിപ്പോൾ നമ്മൾ കോടതികളുടെ കാര്യത്തിലായാൽ പോലും ഫാസ്റ്റ് ട്രാക്കിംഗ് നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിലും അങ്ങനെ ഒരു മാറ്റം, അത് കാലാനുസൃതമായ മാറ്റമാണ്, അത് ആവശ്യമാണ്. ഇനി തിരുച്ചിറപ്പള്ളിയിലെ ക്ഷേത്രഭൂമിയെക്കുറിച്ചാണ് മന്ത്രി സൂചിപ്പിച്ചത്. തിരുച്ചിറപ്പള്ളിയിലെ ക്ഷേത്രഭൂമി പോലും വഖഫിന് കീഴിലാണ് എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അക്കാര്യത്തിൽ എന്താണ് അങ്ങനെ സംഭവിച്ചത്, എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതൊക്കെ വിശദീകരിക്കേണ്ടത് ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ്. ഇതിലിപ്പോൾ ഈ ഭേദഗതി ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടാണ് ആധാരമാക്കിയിരിക്കുന്നത്. ഇനി ഭരണഘടനയുടെ ഏതൊക്കെ അനുച്ഛേദങ്ങളെ ഈ ബില്ല് അല്ലെങ്കിൽ ഈ ബില്ലിന്റെ ഭേദഗതി ബാധിക്കുമെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ 25-30 അതിൽ ഈ ഭേദഗതി ബാധകമല്ല അല്ലെങ്കിൽ ബാധിക്കില്ല, മതസ്വാതന്ത്ര്യത്തിൽ കൈകടത്തില്ല, ആരുടെയും ഒരവകാശങ്ങളും കവർന്നെടുക്കില്ല എന്ന് പറയുന്നത് പാർലമെന്റിനുള്ളിലാണ്. ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി തന്നെ ഈ ബില്ല് ടേബിൾ ചെയ്തുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ കുറച്ചൊക്കെ വിശ്വാസത്തിലെടുക്കണം. എല്ലാം നമ്മൾ സംശയത്തോടെ കാണേണ്ടതുണ്ടോ, ദോഷൈക ദൃക്കുകളായി മാറേണ്ടതുണ്ടോ എന്നതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം സെലക്റ്റീവായി ചില കാര്യങ്ങളിലേക്ക് മാത്രം ചർച്ചകളെ കൊണ്ടുപോകുന്ന
ഒരു രീതിയിലേക്ക് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ പോകുന്നത് ശരിയല്ല. സാധാരണക്കാരായ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് ഭേദഗതി എന്നാണ് പറയുന്നത്. അതിൽ വസ്തുതയില്ലേ എന്നതുകൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇനി ഈ നിയമത്തിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ വകുപ്പ് 3C2 ഒന്നാം ഉപവകുപ്പ് അതിൽ പറയുന്നത് ഈ വഖഫ് ഭൂമിയായി മാറ്റിയ സ്ഥലങ്ങൾ ഈ നിയമത്തോടുകൂടി വഖഫ് ഭൂമിയായി തുടരണമെന്നുണ്ടെങ്കിൽ ചില ക്ലോസുകൾ ബാധകമാണ് എന്നുള്ളതാണ്. കളക്ടർമാർക്ക് പുതുതായി ലഭിക്കുന്ന അധികാരമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏതെങ്കിലും സ്ഥലം വഖഫ് ഭൂമിയാണ് എന്ന് വാക്കാൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് വഖഫ് ഭൂമിയായി മാറുന്നത് എങ്ങനെയാണ്? അതിന് കൃത്യമായ രേഖകൾ വേണം. അല്ലെങ്കിൽ എങ്ങനെയാണ്, എന്നു മുതലാണ് ഇത് കൈവശത്തിൽ വെച്ചത്, അത് കൈമാറ്റം ചെയ്യപ്പെട്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കൈമാറ്റം ചെയ്യലാണ്. ഈ കൈമാറ്റം ചെയ്യൽ അതിൽ കേരള സർക്കാർ തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. 2023 മെയ് 10 ഈ വഖഫ് ഭൂമി സംബന്ധിച്ചുള്ള ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒരു തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ വിജ്ഞാപനം ചെയ്ത ഒരു കാര്യമുണ്ട്. അതിൽ പറയുന്നത് തണ്ടപ്പേര്, BTR രജിസ്റ്റർ, അതിലെ റിമാർക്സ് കോളത്തിൽ കൃത്യമായി വഖഫ് ഭൂമിയാണ് എന്ന് രേഖപ്പെടുത്തണം. അതായത് രേഖകളുടെ അടിസ്ഥാനത്തിൽ വേണം വഖഫ് ഭൂമിയുടെ ക്രയവിക്രയങ്ങൾ എന്നുള്ളത് നമ്മുടെ സർക്കാർ, കേരള സർക്കാർ തന്നെ വിജ്ഞാപനം ചെയ്തതാണ് കഴിഞ്ഞ വർഷം മെയ് 10. അതുവരെ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കേസുകൾ മുന്നിൽ വന്നതിന്റെ പശ്ചാത്തലത്തിലായിരിക്കുമല്ലോ അങ്ങനെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. ഒരിക്കൽ വഖഫ് ചെയ്ത ഭൂമി വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ ശ്രമിക്കുമ്പോൾ വഖഫ് ഭൂമിയാണെന്ന് ഉദ്യോഗസ്ഥർ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഈ ഒരു വിജ്ഞാപനം സംസ്ഥാന സർക്കാർ തന്നെ ഇറക്കുന്നത്. അപ്പോൾ ഈ അനധികൃത കൈമാറ്റം തടയാൻ കഴിയാത്ത സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് കർണാടകയിലെ 29,000 ഏക്കറിനെ കുറിച്ച് പറയുന്നത്. അവിടെ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന കണ്ടെത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. പിന്നെ രാജ്യത്താകമാനം കിട്ടിയിരിക്കുന്നത് 194 പരാതികളാണ് കഴിഞ്ഞ വർഷം മാത്രം. 2023 കേസാണ്. ഇനി ദേവസ്വം ബോർഡിനെ കുറിച്ച് പറഞ്ഞു. അതായത് വഖഫ് ബോർഡ് ആരാധനാലയമല്ല, ആരാധനാലയത്തിന്റെ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ ഉൾപ്പെടുന്ന ദേവസ്വം ബോർഡുമായി താരതമ്യത്തിന് തന്നെ പ്രസക്തിയില്ല. അത് KC വേണുഗോപാലിന് അറിയാത്ത കാര്യമല്ല. പക്ഷേ അദ്ദേഹം വാദത്തിന് വേണ്ടി പറഞ്ഞത് ആയിരിക്കാം ഗുരുവായൂരുമായും ഒക്കെയുള്ള താരതമ്യം എന്നാണ് ഞാൻ കരുതുന്നത്. അയോധ്യ ക്ഷേത്ര ഭരണസമിതിയെക്കുറിച്ച് മാഡം ഇവിടെ സൂചിപ്പിച്ചു. അയോധ്യ ക്ഷേത്രത്തിലെ ഭരണസമിതി പോലെയാണോ വഖഫ് ബോർഡ്? രണ്ടും രണ്ടാണ്. അയോധ്യ ക്ഷേത്രത്തിന്റെ ഭരണസമിതി അയോധ്യ ക്ഷേത്രത്തിന്റെ ആരാധനയും അതുപോലെ തന്നെ അവിടെയുള്ള പൂജാ കാര്യങ്ങളുടെയും അതോടൊപ്പം ആ ക്ഷേത്രത്തിന്റെ പരിപാലനവുമാണ്. അല്ലാതെ സ്വത്തുക്കളുടെ പരിപാലനമല്ല അത് ചെയ്യുന്നത്. അയോധ്യ ക്ഷേത്ര ഭരണസമിതി അല്ല. സ്വത്തുക്കളുടെ പരിപാലനം എന്ന് പറയുന്നത് കൃത്യമായി ട്രസ്റ്റിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ട്രസ്റ്റാണ് ചെയ്യുന്നത്, അല്ലാതെ ക്ഷേത്രത്തിന്റെ ഭരണസമിതിയല്ല. ഇനി സ്വത്തുക്കളുടെ ക്രയവിക്രയം നടക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടോ? വഖഫിൽ കൈമാറ്റം നടക്കുന്നതിനെ, അനധികൃതമായ കൈമാറ്റത്തെ, വഖഫാണ് എന്ന് വാക്കാൽ പറഞ്ഞുകൊണ്ടുള്ള സാഹചര്യത്തെ, അതിനെയൊക്കെയാണ് ഈ ഭേദഗതിയിലൂടെ എതിർക്കുന്നത്. ഇവിടെ ആരാണ് ഈ സ്വത്ത് സർവേയെ പേടിക്കുന്നത്? സ്വത്തുക്കൾ സർവേ ചെയ്യപ്പെടുമ്പോൾ അതായത് വഖഫാണ്, കൊടുത്ത ആളുകളുമുണ്ട്, കിട്ടും, അത് എങ്ങനെയാണ് കിട്ടിയതെന്നും ഒരു വ്യക്തതയുണ്ടെങ്കിൽ പിന്നെ സർവേയെ പേടിക്കുന്നത് എന്തിനാണ്? ഒളിച്ചു വെക്കാനുള്ളവർക്കാണ് പേടി. ആ ഒളിച്ചു വെക്കുന്നവരാണ് അതിൽ ഭയക്കേണ്ടത്. കളക്ടർ ഒരു റിപ്പോർട്ട് നൽകിയാൽ മാത്രമേ ഒരു വഖഫ് ഭൂമിയുടെ ആധികാരികത ഉറപ്പാക്കപ്പെടുകയുള്ളൂ. ആ ഒരു ക്ലോസിനെ എന്തിനാണ് ഭയക്കുന്നത്? ഇപ്പോൾ ഡോക്ടർ അരുൺ പറഞ്ഞു, വഖഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വഖഫ് ചെയ്തയാൾ പൂർണ്ണ ബോധ്യത്തോടെയാണ്, അള്ളാഹുവിനാണ് നൽകുന്നത്, ഞാൻ കൊടുക്കുന്നത് പൂർണ്ണ മനസ്സോടെയാണ്, ഞാൻ ആരാധിക്കുന്ന ദൈവത്തിനാണ് കൊടുക്കുന്നത്, പിന്നീട് അതിന്മേൽ ഞാൻ അവകാശം ഉന്നയിക്കാൻ ഒരിക്കലും പോകില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ മുസ്ലിം സഹോദരന്മാരും. അപ്പോൾ അങ്ങനെ വഖഫായി കിട്ടിയ ഭൂമിയിലല്ല ഈ പേടി, അല്ലാതെ പിടിച്ചു വെച്ചിരിക്കുന്ന ഭൂമിയിലാണ് ഈ പേടി. അവിടെയാണ് ഈ ക്രയവിക്രയങ്ങൾ നടന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ഭൂമി ക്രയവിക്രയം നടന്നു എന്നുള്ളത് പുറത്തു വരും. ജില്ലാ കളക്ടർമാർ റിപ്പോർട്ട് നൽകുമ്പോൾ അതിനെയാണ് ഭയക്കുന്നത്. അത് നമ്മൾ ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് സുതാര്യമാകണം. അത് വഖഫിന്റെ ആയാലും നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് എവിടെയുള്ള സ്വത്തുക്കളുടെ കാര്യത്തിലായാലും. ഇതിൽ നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞതിന്റെ കണക്ക് കൂടി ഞാൻ പറയാം. ഇന്ത്യയിൽ സൈന്യത്തിനും റെയിൽവേക്ക് ശേഷം ഏറ്റവും സ്വത്തുള്ളത് വഖഫ് ബോർഡിനാണ്. അതിൽ 9.4 ലക്ഷം ഏക്കർ ഭൂമിയാണ് വഖഫിന്റെ കയ്യിൽ ഉള്ളത്. അതെന്ന് പറയുന്നത് അതിന്റെ മൂല്യം നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞല്ലോ, 1.2 ലക്ഷം കോടി മൂല്യമുള്ള സ്വത്തുക്കൾ വഖഫായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ രേഖയുള്ളത് എത്രയിടമുണ്ട്? അല്ലെങ്കിൽ കൃത്യമായി കൈമാറ്റം, ഈ വാക്കാലുള്ള കൈമാറ്റമല്ല, വഖഫായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വഖഫ് ഭൂമി എന്ന് രജിസ്റ്റർ ചെയ്യണമെന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. അത് വരണം. എല്ലായിടത്തും ഒരേ രീതിയിലുള്ള ക്രയവിക്രയങ്ങൾ നടക്കണം. ഈ അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഈ ഭേദഗതിയിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ വഖഫ് സ്വത്തിന്റെ, വഖഫ് ബോർഡിന്റെ നിയമസാധുതയോ അധികാരങ്ങളോ ചോദ്യം ചെയ്യപ്പെടരുത്. ഇതിലെ അധികാരങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? വാക്കാലുള്ള ഞങ്ങൾ നടത്തിയിട്ടുള്ള ക്രയവിക്രയങ്ങൾ അതും നിയമവിധേയമാക്കിക്കൊണ്ട് അംഗീകരിക്കണം. അവിടെ ഒരു സർവേ നടത്താതെ എങ്ങനെയാണ് അപ്പുറത്തെ പറമ്പ് ആരുടേതാണ്, ഇപ്പുറത്തെ പറമ്പ് ആരുടേതാണ്, അത് അളക്കാതെയും മുറിക്കാതെയും എങ്ങനെയാണ് അത് പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക? തർക്കങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് തീരുമാനമെടുക്കുക? കോടതി കയറുമ്പോൾ എങ്ങനെയാണ് തീരുമാനമെടുക്കുക? അപ്പോൾ അഖിലേന്ത്യാ സൂഫി സജ്ജാ നഷീൻ കൗൺസിൽ റിജിജുവിനെ കണ്ട ആരാണ് എന്നുള്ളത് വ്യക്തമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ പേര് പറയുന്നത്. സയ്യദ് നസറുദ്ദീൻ ചിഷ്തിയാണ് പോയി കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനെ കണ്ടത്. അഖിലേന്ത്യാ സൂഫി സജ്ജാ നഷീൻ കൗൺസിലിന്റെ അധ്യക്ഷനാണ്.
ഈ വഖഫ് ഭൂമി എന്ന പേരുള്ള ഭൂമി കൃത്യമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയും അതിൽ നിന്നുള്ള തുക ഇതേ സമുദായത്തിൻ്റെ മുസ്ലിം സമുദായത്തിന് തന്നെ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ ആരാധനാലയങ്ങളുടെ പരിപാലനത്തിന് വേണ്ടി എന്തിനാണോ അത് സമർപ്പിക്കപ്പെട്ടത് ആ ഉദ്ദേശത്തിന് വേണ്ടി തന്നെ വേണം അത് ഉപയോഗിക്കാൻ. അല്ലാതെ മാരിയറ്റിൻ്റെ ഉടമസ്ഥാവകാശം ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകാനുള്ളതല്ല വഖഫ് ഭൂമി എന്ന് പറയുന്നത്. എന്താണോ കൊടുത്ത ലക്ഷ്യം അത് അള്ളാഹുവിന് സമർപ്പിച്ചതാണെങ്കിൽ ആ ഉദ്ദേശശുദ്ധിയോടുകൂടി തന്നെ വേണം അത് പരിപാലിക്കപ്പെടാൻ. അതിനുവേണ്ടിയാണ് അതിനെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ എൻ്റെ ടേക്ക്. ഇനി ദേവസ്വം ബോർഡുകൾ ഗുരുവായൂർ, തിരുവിതാംകൂർ, മലബാർ, കൊച്ചി, കൂടൽമാണിക്യം ഈ 5 കേരളത്തിലെ ദേവസ്വം ബോർഡുകൾക്കും കൂടിയുള്ളത് 3000-ൽ പരം ക്ഷേത്രങ്ങളാണ്. പ്രതിവർഷം 1000 കോടിയോളം ആസ്തിയുണ്ട്. അതിലെ കൃത്യമായ കണക്കുകൾ സംസ്ഥാന സർക്കാരിന് മുന്നിലുണ്ട്, അല്ലെങ്കിൽ സംവിധാനങ്ങളുടെ മുന്നിലുണ്ട്. പക്ഷേ വഖഫ് ഭൂമിയുടെ കാര്യത്തിൽ അതില്ല. കൃത്യമായിട്ടുള്ള സുതാര്യമായാൽ മതിയെന്നേ, ട്രാൻസ്പെറൻസി മതി. ആരുടേതും കയ്യേറണ്ട. കൃത്യമായിട്ടുള്ള ട്രാൻസ്പെറൻസി വരട്ടെ. ജില്ലാ കളക്ടർമാർക്ക് അധികാരം കൊടുക്കുന്നതിന് എന്തിനാണ് നമ്മൾ ഭയക്കുന്നത്? ഇവിടെ ഏത് കാര്യത്തിലായാലും, ഇപ്പോൾ ദുരന്ത നിവാരണത്തിനായാൽ പോലും ജില്ലാ കളക്ടറുടെ വാക്കാണ് അന്തിമം. ജില്ലാ കളക്ടറാണ്. ഷിരൂരിൽ തെരച്ചിലിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് ജില്ലാ ഭരണകൂടം എടുക്കട്ടെ എന്നല്ലേ പറയുന്നത്? അത് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടമാണ് എടുക്കുന്നത്. അതായത് കൃത്യമായി ഒരു തട്ടുകളായി തിരിച്ചുകൊണ്ടുള്ള ഭരണ സംവിധാനമുള്ള ഒരു നാട്ടിൽ അങ്ങനെയുള്ള സംവിധാനത്തെ ഏൽപ്പിക്കുമ്പോൾ അത് പറ്റില്ല, ഞങ്ങളുടെ കാര്യത്തിൽ തൊടാൻ പറ്റില്ല എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. ഒരു രാജ്യമെന്ന് പറയുമ്പോൾ അതിൽ ഒരു നിയമമാണ്, എല്ലാവർക്കും ഒരേ നിയമമാണ്. അതിൽ അയോധ്യ ക്ഷേത്രവുമായി വഖഫ് ബോർഡിനെ താരതമ്യം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അങ്ങനെയാണെങ്കിൽ ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ആരാ? ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന്റെ കാര്യം സുപ്രീം കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. അതിപ്പോൾ മേൽഘടകത്തിലേക്ക് 9 അംഗ ബെഞ്ചിലേക്ക് പോയിരിക്കുകയാണ്. അത് തീരുമാനം വരട്ടെ. അല്ലല്ല, തീരുമാനം ഉണ്ടല്ലോ ഇപ്പോൾ. ഞാൻ ചോദിക്കുന്നത് അതിൽ അപ്പീൽ പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്റ്റേറ്റ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. സർക്കാരിന്റെ വാദം എന്താ? ഈ സർക്കാർ ഇപ്പോൾ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ടാ? അതായത് സർക്കാർ 2 സ്ത്രീകളെ കയറ്റിയപ്പോഴുണ്ടായ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ. അല്ലല്ല, എന്താണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ വാദം? ഞാൻ ചോദിക്കട്ടെ ഡോക്ടർ അരുൺ, ശബരിമലയിൽ അതായത് തിരുവിതാംകൂർ കൊച്ചിൻ ഹിന്ദു മതസ്ഥാപന നിയമം അനുസരിച്ച് രൂപീകരിച്ചിട്ടുള്ള സ്വയംഭരണ സ്ഥാപനമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിൽ തീരുമാനമെടുക്കണം എന്നതാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശബരിമല വരുന്നത് അതിന്റെ കീഴിലാണല്ലോ. ശബരിമല യുവതീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് എന്താ? സർക്കാരിന്റെ നിലപാട്, സർക്കാർ കൊടുത്ത സത്യവാങ്മൂലങ്ങൾ ആദ്യം കൊടുത്തത് VS സർക്കാർ കൊടുത്തത്. കേരള സർക്കാരിന്റെ അല്ല, അത് വിടൂ. അത് ഭരണഘടന, അത് സുപ്രീം കോടതിക്ക് അനുകൂലമായിട്ടാണ്. കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്താ? ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒറ്റ നിയമം മതി. അതായത് ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഞാൻ പറഞ്ഞു 2 കാര്യങ്ങൾ. സ്ത്രീകളെ കയറ്റുന്നതും സ്വത്തും. സ്ത്രീകളെ കയറ്റുക എന്നുള്ളതിൽ ആരെ കയറ്റേണ്ടത്? അവർ കയറിക്കോളും. കയറിക്കോളും നല്ലല്ലോ, ഇവിടെ പിടിച്ചു കയറ്റുന്നതാണല്ലോ കണ്ടത്. സ്വയം കയറി എത്ര സ്ത്രീകളുണ്ട് പറയൂ. ഈ 2 സ്ത്രീകളല്ലാതെ സ്വയം കയറിയ വിശ്വാസി ഒരു സ്ത്രീ. ഇല്ല, മനിതി സംഘം കയറിയോ? ലളിതമായ ചോദ്യം ഇതാണ്. മനിതി സംഘം ഇതാണ്. നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ചാണ് മതസ്ഥാപനങ്ങളിൽ മനുഷ്യാവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമങ്ങൾ ഉണ്ടാകേണ്ടതെങ്കിൽ ശബരിമലയുടെ കാര്യത്തിൽ ഒരു നിലപാടും വഖഫിന്റെ കാര്യത്തിൽ മറ്റൊരു നിലപാടുമായി നിന്നുകൊണ്ടാണ്. പറയട്ടെ. ഇനി 3 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ശബരിമലയുടെ കാര്യത്തിൽ ശബരിമല ക്ഷേത്രത്തിലേക്ക് ശബരിമല അയ്യപ്പനെ കാണാൻ പോകാൻ തീരുമാനമെടുക്കേണ്ടത് വിശ്വാസികളാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. ഇതിൽ നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് ആരാധനയ്ക്കായി കയറുന്നതിനെയും ഭൂമിയുടെ ക്രയവിക്രയത്തെയും അല്ല. ഭൂമിയുടെ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോളേജുകൾ, സ്കൂളുകൾ, മറ്റു വസ്തുവകകൾ അതിന്റെയൊക്കെ ക്രയവിക്രയവുമായാണ് വഖഫിന്റെ സ്വത്തിനെ അഴിമതിയുമായി ബന്ധപ്പെട്ടാണല്ലോ. ദേവസ്വം ബോർഡിൽ അഴിമതി ഉണ്ടായിട്ടുണ്ട്. ദേവസ്വം ബോർഡുകളിൽ അഴിമതി ഉണ്ടായിട്ടുണ്ടല്ലോ. ദേവസ്വം ബോർഡുകളിൽ അഴിമതി ഉണ്ടായിട്ടുണ്ടല്ലോ. ദേവസ്വം ബോർഡുകളിൽ അഴിമതി ഉണ്ടാകുമ്പോൾ അവിടേക്ക് മുസ്ലിങ്ങളെ ചേർക്കണമെന്നാണോ പറയുക? അല്ലല്ലോ, ബോർഡിലേക്ക് ഇത് അഴിമതി പറഞ്ഞു. പറയുന്നത് എന്താണ്? അഴിമതിയും എവിടെയാണ്? ഭൂമിയുടെ ക്രയവിക്രയത്തിലാണ്. അതിൽ കളക്ടർ നോക്കാൻ പാടില്ല. ഞങ്ങളുടെ കാര്യം സ്വന്തം നിലയ്ക്ക് നീതി നടപ്പാക്കിയ സംഭവങ്ങളൊന്നുമില്ല. സർക്കാരിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കിയാണ് കളക്ടർമാർ ചെയ്യുക. ഒരു സംശയമില്ല, ഒരു അധികാരവും ഇല്ല. അതാത് സർക്കാരുകളുടെ താല്പര്യം പാടില്ല. അല്ലല്ല, നോമിനേഷൻ ബോഡിയാണോ ഇലക്ടഡ് ബോഡിയാണോ നന്നായി പ്രവർത്തിക്കുക സുജയ എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടിയുണ്ട് സുജയ. നിലവിൽ ഈ ഭൂമി അളക്കുന്നില്ല, ഈ ഭൂമി തർക്കങ്ങളിൽ നിലവിലുള്ള വഖഫ് ബോർഡ് ഇടപെടുന്നില്ല എന്ന ഒരു അഭിപ്രായം സുജയ്ക്കുണ്ടോ? ട്രൈബ്യൂണലിൽ കാലതാമസം ഉണ്ടാകുന്നുണ്ട്. അത്രയല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താണ്, ട്രിബ്യൂണലിൽ കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വഖഫ് ബോർഡ് പരിഷ്കരിക്കാം. ആയിക്കോട്ടെ, പക്ഷെ അവിടെ എന്തിനാണ് നിങ്ങൾ കളക്ടർക്ക് ഈ വഖഫ് ബോർഡിന്റെ സർവേ കമ്മീഷണർ ഭൂമി അളക്കണം? സർവേ കമ്മീഷണർ സർക്കാരിന്റെ ആണ് കേട്ടോ, അത് വഖഫ്
വഖഫിന് വേണ്ടിയുള്ള സർവേ കമ്മീഷനാണ്. ആ സർവേ കമ്മീഷനാണ് ഭൂമിയുടെ അളവ് തിട്ടപ്പെടുത്തേണ്ടത്. ആ പദവി എന്തിനാണ് കളക്ടർക്ക് എടുത്തു കൊടുക്കുന്നത്? കളക്ടർ അതായത് സുതാര്യത ഉറപ്പുവരുത്താനാണ്. സർവേ കമ്മീഷണർ അല്ല, സർവേ കമ്മീഷണർ നടത്തുന്നതിന് മാത്രമല്ല ഇവിടെ ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ പറഞ്ഞുതരാം, ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സർവേ എങ്ങനെയാണ്? ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വഖഫ് ഭൂമി എന്ന പേരിൽ സർവേ അരുണാണ് അതിന്റെ അധികാരിയെങ്കിൽ ഡോക്ടർ അരുൺ പറയുന്നതിനെ അതേപടി അംഗീകരിക്കുകയാണ്. അല്ലെങ്കിൽ മാരിയറ്റ് ഹോട്ടലിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ആ ഒറ്റ ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ പോവുകയാണ്. കോടതിയിൽ പോയി അതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു, അതൊക്കെ വാദം കേട്ടു. കോടതിയിൽ പോയിട്ട് അതുകൂടി പറയൂ. കോടതി പറഞ്ഞു അതാണല്ലോ കോടതി. അത് ഡിസ്പ്യൂട്ട് ആയതുകൊണ്ടാണ് വാക്കാൽ അത് കോടതി കയറേണ്ടി വന്നു. ഇവിടെ കോടതി കയറൂലേ? കോടതി കയറുന്നത് കുറയും. കാരണം ഞാൻ ചോദിക്കട്ടെ, ഈ തണ്ടപ്പേ ഒരു രജിസ്റ്ററിലുമില്ലാതെ വഖഫാണെന്ന് പറഞ്ഞു വാക്കാൽ അങ്ങനെ നടത്താൻ പറ്റില്ല. ഈ കേസുകളിൽ പല കേസുകളും സ്റ്റേറ്റും വഖഫ് ബോർഡും തമ്മിലാണ്. അതായത് സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടി ആണെന്ന് സ്റ്റേറ്റും വഖഫിൻ്റെതാണെന്ന് വഖഫും പറയുന്നു. കളക്ടർ സ്റ്റേറ്റിന്റെ ആളാണോ വഖഫിന്റെ ആളാണോ? കളക്ടർ ട്രാൻസ്പെറൻസി ഉറപ്പാക്കി. ഞാൻ ചോദിക്കട്ടെ ഡോക്ടർ അരുൺ, നിങ്ങൾക്ക് പറയാമല്ലോ താങ്കൾക്ക് ഇപ്പോൾ ചിലർക്ക് വേണ്ടി വാദിക്കണമെങ്കിൽ വാദിച്ചോളൂ. പക്ഷേ കളക്ടറിൽ മാത്രം നിൽക്കുകയാണ്. എന്തിനാണ് ആ മുസ്ലിങ്ങൾ വരുന്നത്? സുതാര്യത ഉറപ്പാക്കാൻ MP must be Muslims, അല്ലാത്ത എംപിമാർ പാടില്ല എന്നാണോ ഇതിലേക്ക് വരുന്നത്? അവിശ്വാസിയായ ആളുകൾ അഡ്വക്കേറ്റ് PS പ്രശാന്തിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിർമ്മിച്ചത് പാർട്ടിയുടെ അടിസ്ഥാനത്തിലാണോ? നിങ്ങൾ അല്ല, വിശ്വാസം. ഞാൻ ചോദിക്കട്ടെ, അഡ്വക്കേറ്റ് PS പ്രശാന്തിനെ നിയമിച്ചത് എങ്ങനെയാണ്? മുസ്ലിമിനെ മറുപടി പറയൂ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ ചർച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രിസ്ത്യാനിയാണെങ്കിൽ ചർച്ച നിയമിക്കും. ഇതെങ്ങനെയാണ് നിങ്ങൾ ക്രോസ് ചെയ്യുക? നിങ്ങൾ സിഖിന്റെ ഗുരുദ്വാരയുടെ നിയന്ത്രണം ആരെ ഏറ്റെടുക്കുന്നത്? ഹിന്ദുവിനെ ഏറ്റെടുക്കാൻ പറ്റുമോ? അങ്ങോട്ട് ചെന്നാൽ മതി, അപ്പോൾ പുറത്താകും. ഇനി മുസ്ലിങ്ങളുടെ വിഭാഗത്തിൽ അവരുടെ സ്വത്ത് ക്രയവിക്രയം ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ആരാ? മുസ്ലിം മതവിശ്വാസികളാണ്. ദേവസ്വം ബോർഡിൽ ഇല്ലാത്ത എന്താ? ചോദിക്കട്ടെ, ഈ മുസ്ലിം ലീഗിന്റെ MP തന്നെ വേണം എന്നുള്ള നിർബന്ധം കൊണ്ടായിരിക്കുമല്ലോ. മുസ്ലിം അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ സർക്കാർ വെക്കുന്ന ഒരു MP സർക്കാർ വെക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് വഖഫ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാർ ഞാൻ യോജിക്കുന്നു. പക്ഷേ ഇതിനകത്ത് ഈ റെയിൽവേക്കും ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ സൈന്യത്തിനും റെയിൽവേക്കും ശേഷം ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് വഖഫ് ബോർഡിനാണെങ്കിൽ അത് കൃത്യമായി അളക്കട്ടെ. ശരി, നിങ്ങൾ എന്തിനാ ഈ സ്വത്ത് അളക്കട്ടെ? മുസ്ലിം ന്യൂനപക്ഷത്തിന് സ്വത്ത് അളക്കാൻ പോകുന്നതിന് പിന്നെ മറ്റൊരു സ്വത്തും അളക്കാത്തല്ല. ഏറ്റവും കൂടുതൽ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന സൈന്യത്തിനും റെയിൽവേ ശേഷം വഖഫ് ബോർഡാണ് എങ്കിൽ വഖഫാണ്. അവർക്ക് അവകാശപ്പെട്ടതല്ല. അതിലൊക്കെ കണക്ക് വേണം. കണക്ക് ചോദിക്കുമ്പോൾ പേടിക്കുന്നത് എന്തിനാണ് പേടിക്കുന്നത്? സുജയ, ഈ കണക്ക് ചോദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായി? കണക്ക് ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കുകൾ എവിടെയെങ്കിലും രേഖപ്പെടുത്തണം. ഒരു രജിസ്റ്ററിലും ഇല്ല. ഏത് ഭൂമി വഖഫാണെന്ന് പറഞ്ഞാൽ വഖഫാണ്. ദേവസ്വം ബോർഡിന്റെ ഫണ്ട് എടുത്ത് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞത് ആരാ? ഞാൻ ചോദിക്കട്ടെ ഡോക്ടർ അരുൺ, അല്ല, നിങ്ങളാണ് ഇപ്പോൾ ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാക്കാൻ അല്ല വഖഫിനെ കുറിച്ച് പറയുമ്പോൾ വിഷയം വാദങ്ങൾ ഉന്നയിക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞത്. ഭിന്നിപ്പിക്കാനാണോ ബിൽ എന്ന ചോദ്യത്തിന് ഉത്തരം ഈ ചർച്ചയിൽ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് തന്നെയായിരുന്നു ഉദ്ദേശമെന്ന് ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ബോധ്യമാവും. മനസ്സിലായിട്ടുണ്ട്. അല്ല, അതായിക്കോട്ടെ. യെസ് എന്ന് 2, നോ എന്ന് 1. മീറ്റ് എഡിറ്റേഴ്സ് ഇനി നാളെ കാണാം. ശുഭരാത്രി. ഗുഡ് നൈറ്റ്.
Meet the editors.